ഒരാളെ പറ്റി ഇങ്ങനെയും പരദൂഷണം പറയരുത്. അത് എത്ര വലിയ ശത്രുവാണെങ്കിലും. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ യുവ MLA-ക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം കണ്ടും കേട്ടുമിരിക്കുകയാണ്. ശരി തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സോഷ്യൽ മീഡിയ മാത്രമല്ല, മറ്റ് ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ ഇതേക്കുറിച്ച് സൂചനകൾ നൽകി വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ആരെ എന്തുവാണെന്ന് ഇതുവരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിയായ ഒരു കീഴ്വഴക്കമല്ലെന്നേ പറയാനുള്ളൂ. പണ്ട് സമന്ത്യക രത്നം ഒരു കുരങ്ങൻ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ചീത്തപ്പേര് കേട്ടത് ഒന്നും അറിയാത്ത പാവം കൃഷ്ണനായിരുന്നു. ആ കഥ ഞാൻ പറയണ്ടല്ലോ. ഏതായാലും ഈ യുവ കോമളൻ MLA പരസ്യമായി കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ട സമയമായെന്നേ എനിക്ക് പറയാം. തന്നെ പറ്റിയ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവരുടെ മേൽ ഒന്നുകിൽ നിയമ നടപടികൾക്ക് നീങ്ങാൻ സമയമായി. ഇനിയും അമാന്തിച്ചാൽ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും, ഉറപ്പാണ്. വലിയ നിലയിലുള്ള അപവാദ പ്രചാരണങ്ങളാണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് ഇയാൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഇയാളോട് ഇത് ആര് പറഞ്ഞു മനസ്സിലാകും? ഇതൊന്നും ജനം അറിഞ്ഞിട്ടില്ലെന്ന വിശ്വാസത്തിലാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് PJ കുര്യനെ പരസ്യമായി അവഹേളിക്കുവാൻ ഈ യുവ കോമളൻ തുനിഞ്ഞതെന്നാണ് ഒരു കൂട്ടർ പരദൂഷണം പറഞ്ഞ് നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഒരു വനിതയോട് ഇദ്ദേഹം ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന കഥകളും പറഞ്ഞു പരത്തുന്നവരുണ്ട്. അതെല്ലാം ഇയാളുടെ ആദ്യകാലത്തെ കഥകളാണെന്നാണ് വിദൂഷകൻ പറയുന്നത്. ഇപ്പോഴത്തെ അല്ല, നേരത്തെ ഉള്ളത്. ഡ്രൈവിംഗ് പഠിക്കാൻ എപ്പോഴും പഴയ വണ്ടിയാണല്ലോ ഉപയോഗിക്കാറ്. ആരെങ്കിലും പുതിയ വണ്ടി മേടിച്ച് ഡ്രൈവിംഗ് പഠിക്കും. ഏതായാലും പുതിയ പരദൂഷണം വധു പിന്മാറിയെന്നാണ്. ഇതുപോലെയുള്ള ഒരു ഊളയുടെ കൂടെ പൊറുക്കാൻ താൻ ഇല്ലെന്ന് അവൾ അറിയിച്ചു അത്രേ. ഏതായാലും ഈ യുവ കോമളനെ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കണമെന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ഈ രീതിയിലൊന്നും പരദൂഷണങ്ങൾ പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കല്യാണം വേണ്ടെന്ന് പറഞ്ഞ അവതാരക പകരം നഷ്ടപരിഹാരം മതിയെന്ന് ഇടനിലക്കാർ മുഖേന പറഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന പുതിയ വാർത്ത. ഇവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ അതും ഈ നാട്ടിലെ ജനം തന്നെ സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ കുളിര് വരുന്നു. പിരിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. ദൈവം കൊടുക്കുന്ന വഴിയെ